ണ്ട് വിവിധ രാജ്യങ്ങളിൽ അത് ദുബായിലും സൗദി അറേബ്യയിലും ഖത്തറിലുമൊക്കെ തുടരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ വലിയ തരത്തിലൊരു ആശങ്ക അവിടെയുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ ഷാർജയിൽ നിന്ന് ഡോക്ടർ സൗമ്യ സരിൻ ചേരുകയാണ്. സൗമ്യ സരിൻ, അവിടെ സാധാരണക്കാർക്ക് ഏത് രീതിയിലാണ് ഒരു ആശങ്ക? നമുക്കറിയാം, ഈ വലിയ കെട്ടിടങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളൊക്കെ കണ്ടു. നിങ്ങൾ നിൽക്കുന്ന ഈ ഷാർജ മേഖലയിൽ എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? നമസ്കാരം. ഷാർജയില് ഇതുവരെ, അതായത് ഇന്നലെ വരെയൊക്കെ ജനജീവിതം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആശങ്കയുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി ഇന്ന് പുലർച്ചെയായി കണ്ടൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ആകാശത്തിലൂടെ ഇവിടെ എയർപോർട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ വിമാനങ്ങൾ പോകുന്നില്ല. പക്ഷെ ആകാശത്ത് നിന്ന് നമുക്ക് റംബ്ലിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മള് ഡ്രോണുകൾ, അതായത് ഇപ്പൊ ഒരു തീഗോളം പോലെ പോകുന്ന ഡ്രോണുകൾ കാണുന്നുണ്ട്. അതാണിപ്പോ ഇന്നലെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തേക്ക് നമ്മൾ കാണുന്ന ഒരു വ്യത്യാസം. ഡെഫിനറ്റ്ലി ഇവിടെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ മെജോറിറ്റി അവരത് ഫ്യൂസ് ചെയ്ത് കളയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ദുബായിലൊക്കെ ഉണ്ടായ പല തീപിടുത്തങ്ങളും അങ്ങനെ അതിനെ നിർവീര്യമാക്കുമ്പോൾ ഉണ്ടാകുന്ന തീപിടുത്തങ്ങളും നാശനഷ്ടങ്ങളുമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. സൗമ്യ, അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ സാധാരണക്കാരിലേക്ക് നിങ്ങൾ ഈ ഡോക്ടർമാർ എന്ന രീതിയിൽ സ്ഥിരമായി ഈ സാധാരണക്കാരെ കാണുന്നതും അറിയുന്നതും ഒക്കെയാണ്. അവരിലും ഈ ആശങ്ക ആ രീതിയിലുണ്ട്. ഒരുപാട് മലയാളികൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. കാരണം ഇവിടെയും നമ്മളും വ്യക്തിപരമായ ചില ആളുകളൊക്കെ അടുത്ത ദിവസം വരണം എന്നൊക്കെ കരുതിയ ആളുകളുടെയൊക്കെ യാത്രകൾ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ആളുകളൊക്കെ ഇപ്പോൾ പൊതുവെ അവിടെയുള്ള ഈ അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെയാണ്? UAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് മെസ്സേജുകളായിട്ടൊക്കെ വരും. അപ്പോൾ അത് ഇപ്പോ 1-2 മെസ്സേജുകൾ തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട്. അതിപ്പോ ഇന്ന് പുലർച്ചെയാണ് വന്ന് തുടങ്ങിയത്. അപ്പൊ അവർ കൃത്യമായി പറയുന്നുണ്ട്, അനാവശ്യമായിട്ടുള്ള കൂടുതലായിട്ട് നമ്മൾ പരിഭ്രാന്തരാവേണ്ട കാര്യമില്ല. കാര്യങ്ങളെല്ലാം അവർ അണ്ടർ കൺട്രോൾ ആണ്. പക്ഷെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ പുറത്ത് നമ്മൾ വെറുതെ ചുറ്റിക്കറങ്ങി, അത് ദുബായിയുടെ ഒരു രീതി അതാണല്ലോ, പ്രത്യേകിച്ച് റമദാൻ സമയമാണ്. അപ്പൊ അതുകൊണ്ട് നോമ്പ് മുറിക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പുറത്ത് പോവുക, ഭക്ഷണം കഴിക്കുക. അതായത് നിരത്തുകൾ ഏറ്റവും കൂടുതൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് റമദാൻ സമയം, പ്രത്യേകിച്ച് വൈകുന്നേരം ഒരു 6:30 മണിക്ക് ശേഷം. അപ്പോ ഇപ്പൊ ഇന്നലെ ഞാനൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് താരതമ്യേന വളരെ കുറവാണ് ആളുകള്, നിരത്തിലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അത് ഗവൺമെന്റിന്റെ നിർദ്ദേശം കൂടി വന്നതിന് ശേഷം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഈ പൂർണ്ണമായ യാത്രാ നിയന്ത്രണങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ പോകണം, അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പറയുമ്പോഴും യാത്രാ വിലക്കുകൾ അത്തരത്തിൽ ഒന്നും ഇല്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും വിലക്കുകൾ ഇവിടെ വരാറില്ല. നമ്മൾക്ക് യാത്രാ നിയന്ത്രണങ്ങളും ഇല്ല. അവർ നമ്മളോട് സജസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഇപ്പൊ ഇവിടുത്തെ ഒരു രീതികൾ അങ്ങനെയാണ്. നമ്മൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പുറത്തു പോവുക, ഭക്ഷണം കഴിക്കുക, ഒന്ന് ചുറ്റിക്കറങ്ങുക. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു റമദാൻ മാസം, അപ്പൊ അതുകൊണ്ട് കൂടിയാണ് അവർ പറഞ്ഞത് പുറത്ത് മാക്സിമം വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക, സുരക്ഷിതരായിട്ട് ഇരിക്കുക, അനാവശ്യമായിട്ട് പുറത്ത് പോകുന്നത് ഒഴിവാക്കുക, മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാനാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ അടുത്ത ആഴ്ച സ്കൂളുകൾ മോസ്റ്റ് പ്രോബബ്ലി മാർച്ച് 4 വരെ സ്കൂളുകൾ ഉണ്ടാവില്ല എന്ന് അറിയുന്നുണ്ട്. കുട്ടികൾക്ക് ഓൺലൈൻ പഠനമായിരിക്കും. അപ്പോൾ അതെല്ലാം സാധാരണ രീതിയിൽ, ഇപ്പോ കഴിഞ്ഞ കൊല്ലം ഇവിടെ ഫ്ലഡ്സ് ഉണ്ടായ സമയത്തും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് UAE ഇതൊക്കെ വളരെ മുൻകൂട്ടി അല്ലെങ്കിൽ നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ആ ഒരു സുരക്ഷ നൽകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അതാണ് സാധാരണഗതിയിൽ ഈ ദുബായ് ഒക്കെ ആ രീതിയിൽ ഒരു ആഘോഷത്തിന്റെ സ്ഥലം എന്ന രീതിയിൽ നമ്മൾ കാണുന്ന സ്ഥലമാണ്. അവിടേക്കും കൂടി ആക്രമണങ്ങൾ വരുന്നത് ഒരു വല്ലാത്തൊരു ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. അതെ, പ്രത്യേകിച്ചിട്ട് ഇപ്പോ UAE സംബന്ധിച്ചിട്ട് റമദാൻ മാസത്തില് ഇപ്പോ നോമ്പ് റമദാൻ ഈദ് ആവാൻ പോവുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഘോഷത്തിന്റെ നഗരമാണല്ലോ, പ്രത്യേകിച്ച് ദുബായ്. യാത്രകളും ഇനി ഒരു നെക്സ്റ്റ് ഒരു 10 ദിവസം കൂടി കഴിഞ്ഞ് ഈദ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ടൂർ പാക്കേജുകള്, യാത്രകള്, അതിന്റെ ഒരു ടൈമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആളുകൾക്ക് ടൂറുകൾ പോകാൻ പറ്റുന്നില്ല. അതിനേക്കാൾ കൂടുതൽ നാട്ടിലേക്ക് പോകാൻ വെച്ച ആളുകളുടെ ധാരാളം പല പ്ലാനുകളുമായിട്ട് ജീവിക്കുന്നവരല്ലേ. ഇപ്പൊ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിരിക്കുകയാണ്. അപ്പോൾ യാത്രകൾ മുടങ്ങിയവരുണ്ട്. അപ്പോ ഇതിപ്പോ എന്താന്ന് പറഞ്ഞാൽ നീഡ് ഓഫ് ദ അവർ എന്ന് പറയും. നമുക്ക് അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മൾ സുരക്ഷിതരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, ജീവൻ സുരക്ഷിതമായി വെക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും പ്രയോറിറ്റി. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ് എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ തരുന്നത് അത് കൃത്യമായി പാലിച്ച് വീട്ടിലിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ ചെയ്യാനുള്ള ഒരു കാര്യം. സൗമ്യ, സാധാരണ ഇത്തരത്തിലുള്ള ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കേണ്ട ആളുകൾ സാധാരണ ഈ ഡോക്ടർമാരാണ്. കാരണം അപകടം ഉണ്ടാകുന്ന ആളുകൾ നേരിട്ട് ഇടപെടേണ്ടത്, അവരെ സംരക്ഷിക്കേണ്ടതൊക്കെ ആ ഘട്ടത്തിൽ ഉള്ളത് ഡോക്ടർമാരുടെ കൂടി ബാധ്യതയായി വരും. ആ തരത്തിലുള്ള ഒരുക്കങ്ങൾ ഉണ്ടോ? ഏതെങ്കിലും തരത്തിലൊരു സാഹചര്യം വന്നാൽ അത് ഏത് തരത്തിൽ ഒരുങ്ങണമെന്ന തരത്തിൽ ഒരുക്കങ്ങൾ ആശുപത്രികളിലുണ്ടോ?
ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു സമയത്താണ്. അതൊരു മെഡിക്കൽ എമർജൻസി ആയിരുന്നു. ആ സന്ദർഭങ്ങളിൽ എല്ലാവർക്കും വീട്ടിലിരുന്ന് നമുക്ക് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ആർക്കും വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഫ്രണ്ട് ലൈൻ പ്രവർത്തകരാണ്. അപ്പോ ഇതുവരെയും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അന്നത്തെ പോലെ ഒരു മെഡിക്കൽ എമർജൻസി പോലെ നമ്മളോട് എല്ലാവരും തയ്യാറായി നിൽക്കാനും അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും കൊണ്ടുവരാനും ഒക്കെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു നിർദ്ദേശങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. ആസ് ഫാർ നമുക്ക് എല്ലാം നോർമലായിട്ട് എങ്ങനെയാണോ ഇതിനു മുന്നേ ഇവിടെ ജീവിതം പോയിരുന്നത് അതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇനി സ്ഥിതിഗതികൾ വഷളാവുകയാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സൗമ്യയും മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യന്മാരും ഈ മരണം ഉണ്ടാകരുത് അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കും. പക്ഷേ ഡോക്ടർമാർ അത് നേരിട്ട് കാണുന്നതുമാണ്. ഈ രക്തത്തിൽ വന്ന ആളുകളെ കാണുന്നതാണ്, അവരെ ഈ തരത്തിൽ ശുശ്രൂഷിക്കുന്നതാണ്. ഈ വേദനകൾ കാണുമ്പോൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ നമ്മൾ ഇറാനിലാകട്ടെ 85 പെൺകുട്ടികൾ മരിച്ച ഒരു സാഹചര്യമുണ്ട്. മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിച്ചടിയുടെ ഭാഗമായി ആളുകൾ മരിക്കുന്നുണ്ട്. ഈ ആളുകൾ മരിക്കുന്നത് കാണുമ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു പൊതു രീതിയിൽ നമ്മളിത് കാണുന്ന ഒരാൾ എന്ന രീതിയിൽ കൂടി എങ്ങനെയാണ് ഇതിനെ നമുക്ക് നോക്കിക്കാണാനാവും? മരണം എന്ന് പറയുന്നത് ഡോക്ടർമാർക്ക് അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന, അതായത് ഇപ്പൊ ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്നു, നമ്മുടെ കയ്യിലല്ലാത്ത ഒരു അപകടങ്ങളിൽ ധാരാളം പേര് മരിക്കാറുണ്ട്, അസുഖങ്ങൾ വന്ന് മരിക്കാറുണ്ട്. അതെല്ലാം നമുക്ക് ഒരു പരിധിവരെ മാത്രമേ തടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ഒരു രാജ്യങ്ങളെ പരസ്പരം ആക്രമിച്ചിട്ടുണ്ടാവുന്ന ഏത് സ്ഥലത്ത് യുദ്ധം എന്ന് പറഞ്ഞാലും യുദ്ധം കൊണ്ട് നാശനഷ്ടങ്ങളും ജീവഹാനിയും മാത്രമാണ് സംഭവിക്കുന്നത്. യുദ്ധം കൊണ്ട് എവിടെയെങ്കിലും സമാധാനം പുലർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോ യുദ്ധം എന്നും ആളുകൾക്ക് നഷ്ടങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോ ഏത് രാജ്യത്ത് നടന്നാലും സങ്കടം തന്നെയാണ്. മരിക്കുന്നത് മനുഷ്യരാണ്, ഒന്നും അറിയാത്ത മനുഷ്യരാണ്. ഇന്നലെ എന്റെ മോള് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോ അവൾ അതിൽ എഴുതിയൊരു വാചകം, പലരും പറയുന്നു ഇവിടെ ഇപ്പൊ UAE മരിച്ചത് ഒരാൾ മാത്രമാണ്, ഇപ്പൊ അബുദാബിയിലെ ഒരു ഏഷ്യൻ വംശജൻ മാത്രമാണ് മരിച്ചത് എന്ന് പറയുന്നു. പക്ഷെ ഈ ഒരാൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെയാണ് ലഘൂകരിക്കാൻ സാധിക്കുക? ആ മരിച്ച ഒരാൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരനോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടോ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരാൾ മാത്രം എന്ന് പറഞ്ഞ് ചുരുക്കാൻ സാധിക്കുമോ എന്ന് എന്റെ 13 വയസ്സുള്ള മോളാണ് ഒരു പോസ്റ്റ്, അവളൊരു സ്റ്റോറി ഇട്ടിരിക്കുന്നു. അപ്പൊ ഞാനത് വായിച്ചപ്പോ ആലോചിച്ചു, അത് സത്യമാണല്ലോ. നമുക്ക് ഒരു ജീവനായാലും ലക്ഷക്കണക്കിന് ജീവനായാലും പോകുന്നത് ജീവനാണ്, നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ്. അപ്പോൾ അത് ഈ മനുഷ്യരെല്ലാം ഈ പറയുന്ന ഇതിനൊക്കെ മുൻകൈ എടുക്കുന്ന ആളുകൾക്ക് മനസ്സിന് കുറച്ചുകൂടിയൊക്കെ ഒരു വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. വളരെയധികം നന്ദി ശ്രീമതി സൗമ്യ സരീൻ പ്രതികരിച്ചതിന്. അത് തന്നെയാണ് കാരണം, നമ്മൾ ഈ നിമിഷം പറയുന്നത് ഓരോ ആളുകളും കാണുന്നതും അത് തന്നെയാണ്. കാരണം മരണം അത് എങ്ങനെയായാലും, പക്ഷേ അത് നമ്മളുടെ ജീവിതത്തിൽ അത് യുദ്ധത്തിന്റെ ഭാഗമായി വരുമ്പോൾ യുദ്ധം ഒഴിവാക്കാനാവുന്നതാണ്. ആ രീതിയിൽ കൂടി ഭരണാധികാരികൾ ചിന്തിക്കട്ടെ എന്ന് മാത്രമേ ഈ നിമിഷം പറയാനാവൂ. നമ്മൾ മലയാളികൾ ഒരുപാട് ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത് കൂടിയാണ് ഈ ആശങ്ക പടരുന്നത് എന്നത് കൂടിയാണ് നമ്മയും ആശങ്കപ്പെടുത്തുന്നത്, വേദനിപ്പിക്കുന്നത്. കൂടുതൽ ആളുകൾ ലോകത്തെവിടെയായാലും അത് മരണം സംഭവിക്കാതിരിക്കട്ടെ, ഇത്തരത്തിൽ യുദ്ധങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനാവുക. കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഈ റിപ്പോർട്ടുകൾ തന്നെ വിശദാംശങ്ങളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.